അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും എല്ലാവരും എവിടെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് നമ്മൾ ഈ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ക്യൂട്ടാണ്. പക്ഷെ അതേ ഭാഷയിൽ ആ നിഷ്കളങ്കത്വം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ വില്ലനായിട്ട് ചേട്ടൻ മാത്രമല്ല, ചേട്ടൻ്റെ അച്ഛനാണ് ആദ്യം അത് തുടക്കം കുറിച്ചത്. ആ തൃശ്ശൂർ ഭാഷയിൽ അങ്ങനെ ഒരു വില്ലനിസം കാണിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു എല്ലാവർക്കും ദേഷ്യം തോന്നുന്ന ഒരു വില്ലനായിരുന്നു അല്ലേ? അപ്പൊ ഈ അച്ഛൻ്റെ ആ ഒരു വില്ലൻ കഥാപാത്രങ്ങളൊക്കെ കുഞ്ഞിലേക്ക് കാണുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? അച്ഛൻ ഓൾറെഡി സിനിമയിലുണ്ട്. ഞാൻ നമുക്ക് ബുദ്ധിയും ബോധമൊക്കെ വന്നു എന്ന് പറയുമ്പോൾ വന്നോ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ പറയപ്പെടുമ്പോൾ സിനിമയിലുണ്ട്. വീട്ടിൽ അച്ഛൻ ഭയങ്കര അല്ലെങ്കിൽ അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഈ ക്യാരക്ടർ നല്ല ആപ്റ്റ് ആണ്. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉള്ളൂ, അയ്യോ എന്റെ അച്ഛൻ എന്ത് പാവാ, പക്ഷെ എങ്ങനെ ഇതിൽ ഇങ്ങനെ ക്രൂരത കാണിക്കുന്ന, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം നമ്മൾ ഈ സിനിമ കാണുമ്പോഴൊക്കെ അച്ഛൻ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പുറത്ത് അമ്മ ഇരിക്കുന്നുണ്ട്, ചേട്ടൻ ഇരിക്കുന്നുണ്ട്, അച്ഛൻ ഇരിക്കുന്നുണ്ട്. ചില ദിവസം അച്ഛൻ ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രം പോയി കാണാറുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ അച്ഛൻ്റെ ജോലിയായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് വേണം അച്ഛൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പെരുമാറുന്നതനുസരിച്ചായിരിക്കും. അച്ഛൻ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ ഇങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ ആ സിനിമയിൽ അച്ഛൻ്റെ വേഷം ചെയ്യുന്നു. ഇപ്പം എൻ്റെ അമ്മോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഇത്രേ നീ കേട്ടോ എനിക്കറിയില്ല, ബലാത്സംഗങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അമ്മയുടെ ഒരു വിഷമമല്ലേ, അങ്ങനെ കാണുമ്പോൾ ഒക്കെ വിഷമമല്ലേ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അമ്മ ഡോക്ടറായിരുന്നു, അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞൊരു ഉത്തരം അച്ഛൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളടുത്തും പറഞ്ഞു, ഞങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത്രേ ഉള്ളൂ, ഞാൻ ഒരു ഡോക്ടറാണ്, അപ്പോൾ എനിക്ക് പല ആൾക്കാരെയും നഗ്നരായിട്ടൊക്കെ പരിശോധിക്കേണ്ടി വരുന്നുണ്ട്, പാർട്ട് ഓഫ് മൈ ജോബ്. അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവ് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, ആ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ ആ സിനിമയെ സമീപിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കും അങ്ങനെ തോന്നില്ല. ചേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ? കുറെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ അഭയകുമാറിനെയാണ് ഭയങ്കര ഇഷ്ടം. അത്ര നിഷ്കളങ്കമായിട്ടുള്ളൊരു മനുഷ്യരൊക്കെ ഉണ്ടോ എന്നൊക്കെ, അങ്ങനെ ഉണ്ടോ ചേച്ചി? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാൻ സത്യമാണോ? നിഷ്കളങ്കനാണ്, പക്ഷെ ആ സിനിമയിൽ കാണുന്ന അത്ര അത്ര അറിഞ്ഞാൽ മതി, അത്ര നിഷ്കളങ്കനാണോ എന്ന് അറിഞ്ഞാൽ മതി. പക്ഷെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അഭയകുമാർ. ഞാൻ അത് സ്കൂളില് എൻ്റെ മൂത്ത മോനെ കൊണ്ടാക്കുന്ന സമയത്ത്, അന്ന് താഴെയുള്ള ആളില്ല, മൂത്ത ആളെ കൊണ്ടാക്കുന്ന സമയത്ത് UKG കൊണ്ടാക്കുന്നവരെ നമ്മൾ ഈ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിള്ളേർക്കൊക്കെ പേടിയാ. ഞാൻ കൊണ്ടാക്കിയിട്ട് സ്കൂളിൽ വിടുമ്പോഴൊക്കെ എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. ആരും നമ്മുടെ അങ്ങനെ അധികം സംസാരിക്കാനൊന്നും വരാറില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഈ സിനിമ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേ പിള്ളേർ നമ്മൾ കാണുമ്പോൾ ഹലോ തുത്തുരുതു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ചും കൂടി ജനകീയമായി. ആ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു ഈ അഭയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ? ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. അതെ, ചെയ്ത വീട്ടിൽ എപ്പോഴെങ്കിലും ഇതുപോലെ തുത്തുരു തുത്തുരു എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ടോ? ഫ്രണ്ട്ലിയാണ്. വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന കാരണം അങ്ങനെ ഒരു സ്വഭാവമല്ല. എന്നാലും കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഈ വില്ലൻ ക്യാരക്ടർ ആയിരുന്നില്ലേ ചെയ്ത്? അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഒരു ചേകവർ എന്ന് പറഞ്ഞൊരു മൂവിയിലത്തെ ഒരു വില്ലനെയാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ഹ്യൂമർ അധികം ചെയ്യണ്ട, വില്ലന്മാരെ ഇഷ്ടമുള്ള. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അത് ശരിയോ? അതിന്റെ കഥകളൊക്കെ നമുക്ക് ഈ സൈമ അവാർഡ്സ്, അതായത് ഈ ഒരു കൊമേഡിയൻ ആയിട്ട്, അതായത് ചേട്ടൻ ചിലപ്പോൾ പ്രതീക്ഷ കാണില്ല അല്ലെ, എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു അവാർഡ് കിട്ടും. അതന്നെ, പക്ഷെ അത് നമ്മൾ ചില നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇത് കൊള്ളാം, ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടും. ഇത് ചെയ്തപ്പോ അങ്ങനെ ഫീൽ ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു പടവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ചിലതിൽ നമുക്ക് ഭയങ്കര സംതൃപ്തി കിട്ടാറുണ്ട്, ചിലതിൽ കിട്ടാറില്ല. നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കുക, അത് ഏത് ക്യാരക്ടറായാലും. അവാർഡ് നമ്മൾ ഒരിക്കലും നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്തോ ഭാഗ്യം കൊണ്ട് അന്നത്തെ നോമിനേഷൻസിൽ, പിന്നെ ആ സമയത്ത് വന്ന പല നോമിനേഷൻസിലും ഈ ക്യാരക്ടർ കയറി വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ലേ. പിന്നെ ആൾക്കാരും കണ്ട് സിനിമ റിലീസിന് ശേഷം പല ആൾക്കാരും നമ്മുടെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിന് വല്ല അംഗീകാരം കിട്ടുമോ എന്നൊക്കെ സംശയം. അങ്ങനെയാണ് സൈമേനെ വിളിച്ച സമയത്ത് അതിൽ അവാർഡ് കിട്ടി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മലേഷ്യയിൽ വെച്ചായിരുന്നു അവാർഡ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ലിംഗുസ്വാമി സാറിനെ കണ്ടു. അപ്പോൾ ഞാൻ വേട്ട എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് തമിഴിൽ ചെയ്തിരിക്കുന്നത്, ലിംഗുസ്വാമി സാറിൻ്റെ പടമാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ കണ്ടപ്പോൾ ചോദിച്ചു உங்களுக்கு അവാർഡ് എടുക്കുക രവി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രവി എന്ന് വിളിക്കുള്ളൂ അവിടെ എല്ലാവരും. അപ്പോൾ உங்களுக்கு അവാർഡ് എടുക്കുക രവി, അപ്പോൾ ഇരിക്കും സാർ ബെസ്റ്റ് വില്ലനാന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സാർ ബെസ്റ്റ് കൊമേഡിയൻ സാർ.
നീങ്കളാ കോമഡിയനാ അപ്പൊ അവർക്കത് ഭയങ്കര ഒരു അത്ഭുതമാണ്, പ്രതീക്ഷിക്കാത്തൊരു. ഈ കൊറോണ ഒരു ഭീകര ജീവിയാണോ സത്യത്തിൽ? പറയൂ. അല്ല അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, അതിനെന്തോ ഒരു കഥയുണ്ടല്ലേ, ആ കഥ എന്താണ്? പറയൂ. എനിക്ക് തോന്നുന്നു കൊറോണ വന്ന് ഫസ്റ്റ് ലോക്ക്ഡൗൺ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് ഒന്നും ചെയ്യുന്നില്ല. എല്ലാ ദിവസവും രാവിലെ 10-11 മണിയാകുമ്പോൾ എണീക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, ഒന്നും ചെയ്യില്ല. അങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് തോന്നുമല്ലോ ഒരു സമയം കഴിയുമ്പോൾ. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് തോന്നാറില്ല, ഞാനിങ്ങനെ ഇരുന്നാൽ സുഖിച്ചിരിക്കുന്ന ഒരാളാണ്, ചില്ലാണ്. ഇവർക്ക് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തോന്നി ഇങ്ങനെയൊന്നും ശരിയാവില്ല, എന്തെങ്കിലും പണി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സബ്ജക്റ്റ് പറഞ്ഞു, നമുക്കിതങ്ങനെ ഷൂട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ ചെയ്തു, ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ ഉണ്ട്, അപ്പോൾ അത് വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫോണിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ കണ്ടിട്ട് നമുക്ക് എന്താ വെച്ചാൽ അപ്പോൾ തീരുമാനിക്കാം. സത്യം പറഞ്ഞാൽ മോൻ എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് എഡിറ്റിംഗ് ഇഷ്ടമാണ്, അവൻ്റെ പഠിക്കാൻ വേണ്ടി ചെയ്തതാണ് സത്യം പറയുന്നത്. അപ്പോൾ അവന് ഫോണിലിട്ട് എഡിറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി, അപ്പോൾ അവൻ അതിൽ ആപ്പ് വെച്ച് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോണിലേക്ക് ഇടാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സൈസ് കൂടുതലാണ്. കാരണം ക്യാമറയെ ഷൂട്ട് നമുക്ക് ഇതിന് ടെക്നിക്കലൊന്നും അറിയില്ലല്ലോ. പിന്നെ അപ്പോൾ അത് എങ്ങനെ ചെയ്യുമെന്ന് അറിയാണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് സുദീപ് എന്ന് പറഞ്ഞിട്ട് കോൺടസ്റ്റ് എന്നുള്ള പടക്കം ഡയറക്റ്റ് ചെയ്താൽ. അപ്പോൾ സുദീപിനെ വിളിച്ച് സുദീപിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സുദീപ് നമുക്ക് ഇങ്ങനെ സ്റ്റുഡിയോ കൊണ്ടുവന്ന് പറഞ്ഞു. അവൻ്റെ സ്റ്റുഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു കൊള്ളാലോ, അത് കുഴപ്പമില്ലല്ലോ, ഇതിനൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബ് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ടെങ്കിലും നമുക്കത് ശരിയാക്കാം. അയ്യോ അത് വേണ്ട, ഇത് നമുക്ക് പുറത്ത് കൊടുക്കാം. അപ്പം അത് ഇഷ്യൂസ് ഒന്നും വേണ്ട, നമുക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ റിജോഷിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കാം. അങ്ങനെ സുദീപും റിജോഷും കൂടി സഹകരിച്ച് ഇതങ്ങ് ഒരു പാക്കേജ് ആക്കി. ഇത് കുറേ സ്ഥലത്ത് ഔട്ട് ഓഫ് ഫോക്കസ് ഞാൻ തന്നെയാണ്. സ്റ്റാർട്ട് ക്യാമറ ഞാൻ പറയും, അമർത്തും, മുമ്പിൽ ഒന്ന് അഭിനയിക്കും, കട്ട് എന്ന് പറഞ്ഞ് തിരിച്ചു പോയി കട്ട് ചെയ്യും. ഞാൻ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ചായയും പരിപ്പൊടിയും മേടിക്കാൻ പോകും. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്പോൾ അതിൻ്റേതായ ടെക്നിക്കൽ ഫ്ലോസ് ഒക്കെ ഉണ്ട്. പക്ഷേ സബ്ജക്റ്റ് വൈസ് ഒരു രസകരമായ ഒരു സാധനമായിരുന്നു. ഒരു നമ്പർ 1 പ്രതികാരം എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അതിന് പിള്ളേർ അഭിനയിച്ചു, ഇവരഭിനയിച്ചു. അവർക്ക് അപ്പോൾ ഈ സാധനം കൊണ്ടുപോയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് എനിക്കും തോന്നി. കുറച്ച് ടെക്നിക്കൽ ഫ്ലോസ് ഉണ്ട്, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രഞ്ജിത്ത് ശങ്കറിനെ വിളിച്ചു ചോദിച്ചു. ഇപ്പം ഞാൻ ആ സമയത്ത് ഫേസ്ബുക്ക് ഒന്നും ആക്റ്റീവ് അല്ല, അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഡെഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് മാർക്കറ്റ് ചെയ്ത് ആൾക്കാർ കാണണമല്ലോ, അപ്പോൾ എന്തായാലും കാണിക്കാൻ തീരുമാനിച്ചവർ 10 ആൾ കൂടുതൽ കാണണമല്ലോ. അപ്പോൾ ഞാനത് രഞ്ജിത്തിനെ വിളിച്ചു, രഞ്ജിത്തിൻ്റെ പേജിൽ ഇടാൻ പറ്റുമോ? അങ്ങനെ ഇത് അയച്ചു കൊടുത്തു. രഞ്ജിത്തും പറഞ്ഞു, കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ സ്ഥലത്തൊക്കെ പറഞ്ഞു. മേക്കിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസം, ഈസ് എ ഗുഡ് മേക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല. കുറച്ച് ആൾക്കാരൊക്കെ ചീത്ത പറഞ്ഞു, പക്ഷെ എന്നാലും 90% നല്ല മാർക്കായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് നമ്മുടെ അടുത്ത് മില്ലേനിയം ഗ്രൂപ്പ് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇത് സീരീസ് ആക്കി ചെയ്തോളൂ, ഞങ്ങൾ ഷോർട്ട് ഫിലിമേ ചെയ്തോളൂ, സീരീസ് ആക്കി കൂടെ വെച്ചു. അങ്ങനെയാണ് അഭയനോട് ചിഞ്ചു പറഞ്ഞത് എന്നുള്ള എന്ന സീരീസ് ആക്കുന്നത്. അതിൻ്റെ 1ാം എപ്പിസോഡ് ഇതാക്കി കൺവേർട്ട് ചെയ്തിട്ട് 2, 3, 4 ഞങ്ങൾ വീണ്ടും പുതിയ 3 സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാക്കി അതങ്ങ് ഷൂട്ട് ചെയ്തു. ആർക്കാണ്, അതായത് ഇത് പുറത്ത് വന്നപ്പോൾ അഭിനയത്തിൽ ആർക്കാണ് അഭിപ്രായം കൂടുതൽ കിട്ടിയത്? അത് ഞാൻ ആദ്യത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു. ഞാൻ സംവിധാനത്തിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാൻ എനിക്ക് ആദ്യത്തെ കണ്ടപ്പോൾ മനസ്സിലായി, ഞാൻ കഴിഞ്ഞ ഷോട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുന്ന എന്നെ നോക്കുന്നില്ല. അതെന്റെ പ്രശ്നമാണ്. ഞാൻ നന്നായിരിക്കുമല്ലോ, പൊളിയാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് വിട്ടു. ഇവിടെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇവിടെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ, പിന്നെയുള്ള സെൻട്രൽ ക്യാരക്ടർ ഇവരുടെ ആണല്ലോ, അത് നോക്കുന്നുണ്ട്. അതൊക്കെ നോക്കി കറക്ഷൻസ് ഒക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് സാധനം വന്നു കഴിഞ്ഞപ്പോൾ ഫെയ്ത്ത് പോരാട്ടോ, വൈഫാണ് നന്നായിരിക്കുന്നത് എന്നുള്ള അഭിപ്രായം വന്നു. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഓഫേഴ്സ് ഒക്കെ വന്നു. അപ്പൊ അതിലൊക്കെ പോയി എന്തോ ആഡുകൾ ചെയ്തു, പരസ്യ ചിത്രങ്ങളൊക്കെ ചെയ്തു, 6-7 ആഡുകൾ ചെയ്തു. പിന്നെ ഒരു വെബ് സീരീസ്. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് എല്ലാവരും അറിയണവരാണ്. ഈ പറഞ്ഞ ഒരു ക്യാമറ ചെയ്യുന്ന സുദീപിനെയും നമുക്ക് പേഴ്സണലി അറിയണ ആളാണ്. പുറത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഒരു 1-2 വർക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോൾ പിന്നെ കുഴപ്പമില്ല. ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. മൂവിയൊക്കെ ചെയ്യാൻ ഒരു അവസരം വന്നാലും നമ്മള് ധൈര്യമായിട്ട് പോയി ചെയ്യും അല്ലേ? മൂവി ഒരെണ്ണം ഞങ്ങൾ ചെയ്തു. ഇത് കോട എന്ന് പറഞ്ഞിട്ട് റിലീസായിട്ട്, കോട മിസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടി പേരായിട്ട് തന്നെ. അപ്പോൾ അതിങ്ങനെ സംസാരം ഡബിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ സംസാരം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, എനിക്കിത് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും വലിയ വെറൈറ്റി നെയിംസ് ആണ്. ഒരാളുടെ പേര് സംസ്കൃതാണ്. ശക്തിയേറിയ കുതിരകളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ആളുടെ പേര് ഋതുഞ്ജയ്.
അതിന്റെ ഋതുക്കളെ ജയിക്കുന്നവർ. ഋതുക്കളെ ജയിക്കുന്നത്. അങ്ങനെയാണ് രണ്ടുപേരുടെ അപ്പൊ പേര്. അങ്ങനെ രണ്ട് നിങ്ങൾ വീട്ടിൽ അവരെന്താ വിളിക്കുന്നത്? റിച്ചു കുക്കു. ഓ, നിങ്ങൾ ഭയങ്കര എളുപ്പത്തിൽ Simple. റിച്ചു കുക്കു. റിച്ച് കുക്കു. നമുക്കാണ് അതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷന്റെ പേര് റിച്ച് ബ്രാറ്റ് പ്രൊഡക്ഷൻസ് ആണ്.